എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ബീന മത്തായി. എല്ലാവർക്കും വീണ്ടും ബീനാസ് ഈസി ഈറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലഞ്ചിനും ഡിന്നറിനും കഴിക്കാവുന്ന പ്രോട്ടീൻ നിറഞ്ഞ ഒരു ബീഫ് ബെറീറ്റോയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഈ ബീഫ് ബെറീറ്റോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് സവോള കുഞ്ഞായി അരിഞ്ഞതും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി 2 മിനിറ്റ് കുക്ക് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം 1 പൗണ്ട് ഗ്രൗണ്ട് ബീഫ് നമുക്കതിലേക്ക് ചേർക്കാം. ഈ ബീഫ് നന്നായി കുക്കാകാൻ നന്നായി ഇളക്കി ആ ബീഫിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് നന്നായി ഇളക്കി 4 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി കുഞ്ഞായി അരിഞ്ഞത് ചേർത്ത് ഇളക്കി 1 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ, സ്പൈസ് പൗഡർ, മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. അതിനായി ഞാനിവിടെ 1 ടീസ്പൂൺ വീതം മുളക് പൊടി, കുരുമുളക് പൊടി, ഗാർലിക് പൗഡർ, ഒണിയൻ പൗഡർ, പപ്രിക്ക പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ, ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി വീണ്ടും 1 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 4 ഔൺസ് ക്രീം ചീസ്, പിന്നെ 1 കപ്പ് ചെഡർ ചീസ് ഇവ ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് ഹോട്ട് സോസ് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് എരിവ് വേണ്ടായെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള ഹോട്ട് സോസ് കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി എല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കുറച്ച് എണ്ണ ഇങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണും. ആ എണ്ണ നിങ്ങൾ കളയണം. ഇനി നമുക്ക് നാച്ചോ ചീസ് ഉണ്ടാക്കാം. അതിനായി ഒരു ബ്ലെൻഡറിലേക്ക് 1 കപ്പ് കോട്ടേജ് ചീസ്, 1 ടീസ്പൂൺ ഒണിയൻ പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 കപ്പ് ചെഡർ ചീസ്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല്, പിന്നെ 3 ടേബിൾ സ്പൂൺ ഈ ഹാലോപ്പിനോയുടെ ആണെങ്കിൽ പിക്കിൾ ജ്യൂസ് അതും കൂടെ ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാച്ചോ ചീസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബെറീറ്റോ ഉണ്ടാക്കാം. ഒരു ലോ കാർബ് ടൊർട്ടിയ എടുക്കുക. ലാർജ് ടൊർട്ടിയ ആണെങ്കിൽ വളരെ നല്ലത്. അതിലേക്ക് കുറച്ച് റൈസ് ചേർക്കാം. ഞാൻ യെല്ലോ റൈസാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത ബീഫ് ഫില്ലിങ്ങും നമ്മൾ ഉണ്ടാക്കിയ ആ നാച്ചോ ചീസും കൂടെ ഒഴിച്ച് ഇനി ബെറീറ്റോ നന്നായി മടക്കാം. ആദ്യം 2 സൈഡിൽ നിന്ന് മടക്കുക. പിന്നെ മുൻപിലേക്ക് കഴിയുന്നതും ഒതുക്കി മടക്കി അതിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഫില്ലിങ് വെളിയിൽ പോകാതെ നന്നായി ചുരുട്ടി മടക്കിയെടുക്കുക. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് 5 ബെറീറ്റോ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാ ബെറീറ്റോയും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഇച്ചിരി ബട്ടർ ചേർത്ത് കൊടുത്ത് നമ്മുടെ ഈ ബെറീറ്റോയെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും നന്നായി മുരിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഒരു മീഡിയം തീയിൽ ഓരോ മിനിറ്റ് ഓരോ സൈഡും നമ്മൾ മുരിയിച്ചെടുക്കണം. 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് അത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 4 സൈഡും നമ്മൾ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ബീഫ് ബെറീറ്റോ റെഡിയായി കഴിഞ്ഞു. പ്രോട്ടീൻ നിറഞ്ഞ ബീഫ് ബെറീറ്റോ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയത് അല്ലേ? നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ, ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരിലേക്കും ഈ വീഡിയോസ് കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ ആ സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി നമ്മൾ കാണുന്നത് വരെ സ്റ്റേ സേഫ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.